വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ബസ്സിൻ്റെ സീറ്റ് ഉണ്ടാക്കാനാണ്. നമ്മൾ 3 സീറ്റുള്ള സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഡബിൾ സീറ്റ് ഉണ്ടാക്കാനുണ്ട്. നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിരുന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഷെഡ് കാര്യങ്ങളല്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതെ, ഇതാണ് ത്രിപിൾ സീറ്റ്. റെഡ് കളറാണ്. നമ്മൾ റെക്സിൻ ഓടിക്കാൻ റെക്സിൻ കിട്ടിയില്ല. നമ്മൾ വരെ ഈ സീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വിഷയം നമുക്ക് പോകാം. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു ഇത്രയും വരുന്ന ഫോം ഷീറ്റ് എടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അതിൻ്റെ ഇരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുകളിൽ ഈ ഭാഗം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം അതിൻ്റെ അളവെടുത്ത് നമുക്ക് മുറിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഇതെടുക്കണം. ഇനി നടുക്കൂടെ സെൻറ്ററിൽ കൂടെ ഒരു വര പോടുന്നു. വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ആ വര അതെ അളക്കണം. ഇതൊരു മൃഗം. എന്നിട്ട് ഇത് ഇങ്ങനെ മുറിച്ചെടുക്കണം. മുറിച്ചിട്ട് കാണാം. മുറിച്ചിട്ടുണ്ട്. 2 പീസായി. ഇനി ചെയ്യേണ്ടത് ഇത് നമ്മൾ സാൻഡ് ചെയ്തെടുക്കാം. സാൻഡ് പേപ്പറിൽ നമ്മൾ ഒരു സീറ്റ് ഈ ഷേപ്പിലാക്കിയെടുക്കണം. ഇത്ര സാൻഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മളങ്ങനെ അത് സാൻഡ് ചെയ്ത് ഇങ്ങനെ ആ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കൂടെ സാൻഡ് ചെയ്യണം. ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ, സൈഡ് ഉണ്ടോ, ഇതുപോലെ ഒന്ന് സാൻഡ് ചെയ്തെടുക്കണം. സാൻഡ് ചെയ്യാം. ഫുള്ള് സാൻഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ കാണും. നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് സപ്പോർട്ടും ചെയ്യണം. സാൻഡ് ചെയ്തിട്ട് കാണാം. നമ്മളങ്ങനെ അത് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സാൻഡ് ചെയ്ത് അതുപോലെ തന്നെ 2 പീസ് നമ്മൾ സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെണ്ണൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പീസിൽ ഇത് ഈ സെൻറ്ററിൽ വരെ അത് നമ്മൾ ബ്ലേഡ് വെച്ച് മുറിച്ചെടുക്കുക. നമ്മളങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് മുറിക്കേണ്ട, ശകലം മുറിച്ചാൽ മതി. നമുക്കിതും ഇതുപോലെ ഇങ്ങനെ സൈഡിങ്ങനെ സാൻഡ് ചെയ്തെടുക്കണം. നമ്മൾ സാൻഡ് ചെയ്യുമല്ല, ബ്ലേഡ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. കാണണമെന്ന് പറയുന്നത് നമുക്ക്
ചുമ്മാ ഇങ്ങനെ സൈഡ് ചെയ്ത് വിട്ടാൽ മതി. ചെയ്തിട്ട് നമ്മളത് അങ്ങനെ നോക്കണം. ഇപ്പം നടുക്കൊരു ഡബിൾ 2 സീറ്റ് പോലെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ പെർഫെക്ഷനാക്കി എടുക്കുക. ഇത്രയുള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടും കൂടെ ഒന്ന് ഒട്ടിക്കണം. നമ്മൾ വീഡിയോ അല്ലേ, നമുക്ക് വണ്ടി ഫുൾ ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അത് കാരണം നമ്മൾ ഓരോ അപ്ഡേഷൻസും പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ വെച്ച് ഷോർട്സിനകത്ത് നമ്മൾ ഇടുന്നുണ്ട്. അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മളങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടി ഇതുപോലെ രണ്ട് സാധനം വെക്കണം. ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കട്ട് ചെയ്യണം. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കട്ട് ചെയ്തെടുക്കാം. ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. 2 പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സീറ്റിൻ്റെ അടി വെക്കാം. ഇട്ടിട്ട് ഇട്ടിട്ടെടുത്ത് സീറ്റ് വെച്ചു. നമ്മൾ വണ്ടിക്കകത്ത് ഒട്ടിക്കുക. അത് കാരണം ഇത് നിന്നില്ലാലും കുഴപ്പമില്ല, നിൽക്കത്തില്ല അത്. ഇനി നമുക്കിത് ഇതുപോലെ സൈഡിൽ ഒരു ഇത് വെക്കാം. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. ഇത്രയും ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് പൈസ എടുക്കാം. ഇതായിരിക്കും എളുപ്പം. ഒട്ടിച്ചെടുക്കും. ഇപ്പം സീറ്റ് റെഡിയായി. റെഡ് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. പെയിൻ്റ് അടിക്കുന്ന വീഡിയോ നമ്മളവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഫ്രണ്ട് ലുക്ക്. വേണം നമുക്ക് ഈ അടിഭാഗം ചെറുതായിട്ട് വേണമെന്ന് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. സീറ്റ് ഈ ബാക്ക് ഭാഗത്ത് ഇതുണ്ട്, ഇവിടെ ഞാൻ അടിച്ചിട്ടില്ല. അവിടെ ബ്രൗൺ പെയിൻ്റ് അടിക്കണം. ഈ പിടിയിലൊരു ബ്രൗൺ പെയിൻ്റ് അടിക്കണം. റെക്സിൻ ഇട്ടിട്ടില്ല, റെക്സിൻ അടിച്ചാൽ നമ്മൾ
ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഷെഡിലെ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം വന്നിട്ടില്ല, 2 ലൈറ്റും കൂടെ ഉണ്ട്. ഈ ഈജയുടെ ലൈറ്റും പിന്നെ ഇവിടെ ഒരു ലൈറ്റും കൂടെ ഉണ്ട്. ഇത് വെച്ച് ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ രണ്ടിനും ബാറ്ററി തീർന്നു പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്.